വിശദമായി നോക്കാം. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിലെ ബിജെപി സർക്കാർ ജയിലിലടച്ച മലയാളി കന്യാസ്ത്രീകൾക്ക് 9 ദിവസത്തിന് ശേഷം മോചനം. സിസ്റ്റർ വന്ദന, സിസ്റ്റർ പ്രീതി ഉൾപ്പെടെ 3 പേർക്ക് ബിലാസ്പൂർ NIA കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 2 ആൾ ജാമ്യത്തിന് പുറമെ 50,000 രൂപ കെട്ടിവെക്കണമെന്നാണ് ജാമ്യ വ്യവസ്ഥ. കോടതി ഉത്തരവ് ലഭിച്ചാൽ ദുർഗ് സെൻട്രൽ ജയിലിൽ നിന്ന് ഇന്ന് തന്നെ മോചനം സാധ്യമാകും. माननीय न्यायालय द्वारा कल पूरा आदेश सुरक्षित रखा गया था और आज उन्होंने आदेश पारित किया है। माननीय न्यायालय ने सभी को बेल ग्रांट किया है और इस शर्त पे बेल ग्रांट किया है कि उनको 50,000 की श्योरिटी देनी है, 50,000 की, और 2 उसमें श्योरिटीज को जमा करना है जमानत का। साथ ही साथ में एक शर्त यह है कि उनको अपने पासपोर्ट जमा करने पड़ेंगे, वो देश छोड़ के बाहर नहीं जा पाएंगे। और साथ ही ये भी है जो कंडीशन न्याय में ऑलरेडी प्रिस्क्राइब्ड है कानून में कि उनको थाने में कंसर्न थाने में इन्फॉर्मेशन देनी पड़ेगी और आगे के लिए जो भी इन्वेस्टिगेशन होगा उसको कॉपरेट करना। MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, 9 ദിവസത്തെ കാത്തിരിപ്പാണ്, നിയമ പോരാട്ടമാണ്, പ്രതിഷേധങ്ങളുടെ ഫലമാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ NIA കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ജാമ്യം കൃത്യമായ ഉപാധികളോടെയാണ്. ഈ ഉപാധികൾ ഏത് വിധമാണ്? എപ്പോഴത്തേക്ക് ഈ ജാമ്യ ഓർഡർ ദുർഗ് കോടതിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? എപ്പോൾ ജയിലിന് പുറത്തേക്ക് കന്യാസ്ത്രീമാർ എത്തും? ആര്യ, കാത്തിരിപ്പിനൊടുവിൽ 9 ദിവസത്തിന് ശേഷം 2 കന്യാസ്ത്രീകളും ജയിൽ മോചിതരാകുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. NIA കോടതി ഇരുവർക്കും ജാമ്യം ഉപാധികളോടെ അനുവദിച്ചിട്ടുണ്ട്. ഈ ഉപാധികൾ എന്ന് പറയുന്നത് 2 ആൾ ജാമ്യം, ഒപ്പം തന്നെ 50,000 രൂപ കോടതിയിൽ കെട്ടിവെക്കണം. ഇതിനു പുറമെ ഇരുവരുടെയും പാസ്പോർട്ടും കോടതിയിൽ കെട്ടിവെക്കണം. ഇരുവരും രാജ്യം വിട്ടു പോകാൻ പാടില്ല എന്ന കർശന നിർദ്ദേശവും നൽകി. അങ്ങനെയുള്ള ഉപാധികളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ബിലാസ്പൂരിലെ NIA കോടതിയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അകലെയാണ് ദുർഗ് ജയിലുള്ളത്. ആ ദുർഗ് ജയിലിലേക്ക് ഈ കോടതി ഉത്തരവ് എത്തിക്കണം. ആ എത്തിക്കുന്ന മുറയ്ക്ക് ഈ 2 കന്യാസ്ത്രീകൾക്കും ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുകയും ചെയ്യും. അതിൻ്റെ കാത്തിരിപ്പാണ് ഇനിയുള്ളത്. ഏകദേശം ഒരു 2 മണിക്ക് ശേഷത്തോടു കൂടി ഇരുവരെയും ജയിൽ മോചിതരാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓർഡർ അപ്പോഴത്തേക്കും അവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറെ കാത്തിരിപ്പിനൊടുവിലാണ് ഇരുവരുടെയും ജാമ്യം സാധ്യമായത്. നേരത്തെ വലിയ വിവാദങ്ങൾക്കും വലിയ രാഷ്ട്രീയ പോരുകൾക്ക് കൂടി വഴിവെച്ചൊരു കേസായിരുന്നു ഇത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിൽ 2 ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടായിരുന്നു ഇരുവരെയും ജയിലിൽ അടയ്ക്കുകയും ചെയ്ത് അതിനെതിരെ രാജ്യവ്യാപകമായ രീതിയിൽ വലിയ പ്രതിഷേധത്തിനും സാക്ഷ്യം വഹിക്കുകയും ചെയ്തതാണ്. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ വലിയ പ്രതിഷേധം പ്രതിപക്ഷ MP-മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, BJPയെ സംബന്ധിച്ച് BJPയിലെ മറ്റ് പരിവാർ സംഘടനകളൊക്കെ എതിർപ്പറിയിച്ചിട്ടു പോലും തന്നെ BJPയും ഈ ജാമ്യത്തിനൊപ്പം നിന്നു എന്നുള്ളത് തന്നെയാണ്. അതിലേറ്റവും ആർക്കാണ് ക്രെഡിറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത് പോലെ അല്ല, എല്ലാവരും ഈ സിസ്റ്റർമാരുടെ ജയിൽ മോചനത്തിനായി ഒപ്പം നിന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ദുർഗ് ജയിലിന് അവിടെ ഉണ്ടായിരുന്നു, ഈ ഛത്തീസ്ഗഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ നടക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇതിനൊരു ആശ്വാസകരമായിട്ടുള്ളത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ പാർലമെന്റിലെ പ്രതിഷേധത്തിനൊടുവിൽ UDF MP-മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒപ്പം തന്നെ ഛത്തീസ്ഗഡ് സർക്കാർ ഇതിലിനി ഇടപെടില്ല അല്ലെങ്കിൽ ജാമ്യ ഹർജിയെ എതിർക്കില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം NIA കോടതിയെ സമീപിക്കുകയും ഒപ്പം തന്നെ ഇപ്പോൾ ജാമ്യം ലഭ്യമാവുകയും ചെയ്തിരിക്കുന്നത്. സെഷൻസ് കോടതിയിലെടുത്ത നിലപാട് അല്ല ഇവിടെ ഈ പ്രോസിക്യൂഷൻ എടുത്തിരിക്കുന്നത് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൂടെ തന്നെ ജാമ്യം ലഭിക്കുമെന്ന് വ്യക്തമായിരുന്നു. പക്ഷേ എന്ത് ഉപാധികളാണ് മുന്നോട്ട് വെക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളായിരുന്നു വ്യക്തത വരേണ്ടിയിരിക്കുന്നത്. അതിലൊക്കെ ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു താൽക്കാലിക ആശ്വാസം എന്ന് മാത്രമേ നമുക്കിതിനെ കരുതാനാകൂ. ഏറ്റവും പ്രധാനപ്പെട്ട താൽക്കാലിക ആശ്വാസം എന്ന് മാത്രമേ നമുക്ക് ഈ ജാമ്യത്തെ ഇപ്പോൾ കരുതാൻ സാധിക്കുകയുള്ളൂ. ഗുരുതരമായ കുറ്റങ്ങൾ, മനുഷ്യക്കടത്തം, നിർബന്ധിത മതപരിവർത്തനം തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടാണ് ജയിലിൽ അടച്ചിട്ടുള്ളത്. ഈ കേസിൽ നിന്നൊന്നും മോചിതരാകുന്നില്ല ഈ കന്യാസ്ത്രീകൾ എന്നതാണ് അവിടുത്തെ വാസ്തവം. അപ്പോൾ നിയമ പോരാട്ടം ഇനിയും എത്ര കാലം തുടരേണ്ടി വരും? ഇനിയുള്ള നിയമ നടപടികൾ ഏതൊക്കെ തരത്തിൽ നേരിടേണ്ടി വരുമെന്നുള്ള ആശങ്ക ഇനിയും മുന്നിൽ നിൽക്കുകയല്ലേ?
അല്ല, തീർച്ചയായും. അതായത് ഭാരതീയ ന്യായ സംഹിതയിലെ 143 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ മനുഷ്യക്കടത്തും ഒപ്പം തന്നെ നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട്. അത്തരത്തിലുള്ള ഗുരുതരമായ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകിയിട്ടുള്ള വാക്കുകളാണ്. അതാണ് ഈ കൂടിക്കാഴ്ചയിൽ പിന്നീട് UDF എംപിമാർ പറഞ്ഞു വെക്കുകയും ചെയ്തത്. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഉറപ്പ് എന്ന് പറയുന്നത് ഈ ആദ്യം ജാമ്യം ലഭിക്കട്ടെ, അതിനുശേഷം കേസ് റദ്ദാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാമെന്നുള്ള ചില വാക്കാലുള്ള പരാമർശം അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നാണ് UDF എംപിമാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ കേസ് റദ്ദാക്കുന്ന നടപടികളിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ NIA-യുടെ ഒരു ഇടപെടൽ ഇല്ലാത്തുണ്ടാകുമോ, അതോ ഛത്തീസ്ഗഡ് സർക്കാർ പറയുന്ന പോലെ തന്നെ ഛത്തീസ്ഗഡ് സർക്കാരിൽ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നുള്ള പരാമർശമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ഇതിൽ ചില കടുത്ത വിയോജിപ്പ് ഛത്തീസ്ഗഡിലെ BJP നേതൃത്വത്തിനുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ സംഘപരിവാർ നേതൃത്വങ്ങൾക്കും ഇതേ രീതിയിലുള്ള എതിർപ്പ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഈ ഛത്തീസ്ഗഡ് സർക്കാർ സ്വീകരിച്ച നടപടികളിൽ ചില വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. കാര്യങ്ങൾ ഈ രീതിയിലല്ല പോകേണ്ടത് അല്ല എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തിയതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഛത്തീസ്ഗഡ് സർക്കാർ ഇതിൽ ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? കാലങ്ങളോളം ഈ കേസ് എല്ലാ മുൻകാലങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ മുന്നോട്ട് പോകുമോ, അതോ ഈ കന്യാസ്ത്രീകൾക്ക് മേൽ ചുമത്തിയിട്ടുള്ള ഈ ഗുരുതരമായ വകുപ്പുകളൊക്കെ എടുത്ത് കളഞ്ഞ് ഈ റിലീസാകുമോ, ഈ കേസ് പിൻവലിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ആശ്വാസമാണ്. ജയിലിൽ നിന്ന് കന്യാസ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുന്നു, അവർക്ക് കേരളത്തിലേക്ക് വരാം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ മറ്റു ഉപാധികളൊന്നും വെച്ചിട്ടില്ല. ജയിൽ പരിസരത്ത് നിന്ന് അല്ലെങ്കിൽ ഈ കേസ് സാധാരണഗതിയിൽ എത്രയും വലിയ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളൊക്കെ ചുമത്തുമ്പോൾ കർശന ഉപാധികൾ മുന്നോട്ട് വെക്കാറുള്ളതാണ്. അതായത് ഈ ജയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് പോകാൻ പാടില്ല എന്നുള്ള അടക്കമുള്ള കർശനമായ ഉപാധികളൊക്കെ വെക്കാറുള്ളതാണ്. പക്ഷേ അതൊക്കെ ഈ ഒരു കേസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ളത്. അവർക്ക് രാജ്യം വിടാൻ പാടില്ല എന്നുള്ള ചില നിർദ്ദേശങ്ങൾ മാത്രമാണ്, അത്തരത്തിലുള്ള ഉപാധികൾ മാത്രമാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇനി കാത്തിരിപ്പാണ്. ഉടൻ തന്നെ അവർക്ക് ജയിൽ മോചിതനാകാൻ സാധിക്കുമെന്നാണ്. ഒരുപക്ഷെ 2 മണിക്ക് ശേഷം ജയിലിലേക്ക് ഓർഡർ എത്തിയതിനു ശേഷം ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഒരു 5-10 മിനിറ്റ് മാത്രമേ അതിനുശേഷം എടുക്കൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവർ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. ഇവർക്കൊപ്പം ഈ അറസ്റ്റിലായപ്പോൾ ഈ ദളിത് പെൺകുട്ടികൾക്കൊപ്പം ഒരു യുവാവ് കൂടി ഉണ്ടായിരുന്നു. ആ യുവാവിനെയും ഈ കുറ്റം ചുമത്തിയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. ആ യുവാവിന് ഇപ്പോൾ ഇതേ ഉപാധികളോടുകൂടി ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മിഥുൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ജയിലിന് പുറത്തേക്ക് വരുന്ന ആ നിമിഷത്തിനായാണ് ഇനിയുള്ള കാത്തിരിപ്പ്. ഇടത് എംപിമാരും കോൺഗ്രസ് എംപിമാരും BJP നേതാക്കളും ഒക്കെ അവിടെ ഉണ്ട്. ഇവരെ സ്വീകരിക്കുവാൻ വേണ്ടി നേരത്തെ തന്നെ ഈ ജാമ്യം ലഭിച്ചു എന്നുള്ള വാർത്ത വന്നതിന് പിന്നാലെ തന്നെ മധുരം വിളമ്പിയൊക്കെ വലിയ ആഘോഷം അവിടെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. BJP-യുടെ ഒരു പ്രതികരണം കേരള ഘടകത്തിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഏത് തരത്തിലാണ് വന്നത്? നമുക്കറിയാം, രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ വലിയ പ്രതിരോധത്തിലായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം BJP ഉണ്ടായിരുന്നത്. BJP നേതാക്കൾ സഭയ്ക്ക് ഉറപ്പ് നൽകിയതുപോലെ അത്രയും വേഗം നീതി നടപ്പാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് വാസ്തവമാണ്. അമിത്ഷായുമായി അടക്കം ചർച്ച നടത്തിയിട്ട് പോലും ഈ ജാമ്യം ലഭ്യമാക്കുന്നതിൽ, അവർക്ക് നീതി നടപ്പാക്കുന്നതിൽ ഒരു കാലതാമസം ചെറിയ തോതിലെങ്കിലും വന്നു എന്നതും വാസ്തവമാണ്. പക്ഷെ ഇപ്പോൾ ജാമ്യം ലഭിച്ച പശ്ചാത്തലത്തിൽ ഏത് തരത്തിലാണ് പ്രതികരണം വന്നത്? അതായത് ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിന് മുമ്പ് BJP നേതാവ് S. സുരേഷ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതിപക്ഷമാണ് ഈ രീതിയിൽ ഇത്രയും കാലതാമസം എടുത്തത്, ഈ ജാമ്യം ലഭിക്കാൻ കാലതാമസം ഉണ്ടായതിന് കാരണം പ്രതിപക്ഷത്തിൻ്റെ ഒരു നടപടിയാണ് എന്നുള്ള വിമർശനമായിരുന്നു BJP നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എക്കാലത്തും ഈ കേസ് വന്നപ്പോൾ ആദ്യം മുതൽ തന്നെ ഇവരുടെ ജാമ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി, ഇവരെ ജയിലിന് പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് BJP ആണ് എന്നുള്ളൊരു അവകാശവാദമാണ് ഉന്നയിക്കുകയും ചെയ്തത്. പക്ഷേ നമുക്കറിയാം, BJP-ക്കായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ വലിയ തിരിച്ചടി ഉണ്ടായത്. രാഷ്ട്രീയപരമായും ഒപ്പം തന്നെ മറ്റ് വശങ്ങളും ഒക്കെ നോക്കുമ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായത് BJP-യെ സംബന്ധിച്ച് തന്നെയായിരുന്നു. പിന്നീട് രാജീവ് ചന്ദ്രശേഖർ സഭാ മേലധ്യക്ഷന്മാരുമായി ഒക്കെ കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തതും നമ്മൾ കാണുകയും ചെയ്തതാണ്. പിന്നീട് വലിയ രൂക്ഷമായ വിമർശനം സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. KCBC-യുടെ ഒക്കെ ഭാഗത്തു നിന്ന്, ഓർത്തഡോക്സ് സഭയുടെ ഒക്കെ ഭാഗത്തു നിന്നൊക്കെ വലിയ രൂക്ഷമായ വിമർശനമായിരുന്നു BJP-ക്ക് എതിരെ ഉണ്ടാവുകയും ചെയ്ത്. ഇപ്പോൾ ആശ്വസിക്കാം എന്ന് മാത്രമേ കരുതാൻ
നേരിടാനാകൂ. വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്നുള്ള അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുകയും ഒപ്പം തന്നെ ഛത്തീസ്ഗഡ് സർക്കാരുമായി സംസാരിക്കാൻ തയ്യാറായതും എന്നുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ബി.ജെ.പിക്ക് പുറമെ പ്രതിപക്ഷ എംപിമാർ, പ്രത്യേകിച്ച് UDF-ന്റെയും LDF-ന്റെയും എംപിമാർ ആദ്യം മുതൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു. കന്യാസ്ത്രീകളെ സന്ദർശിക്കുകയും ഒപ്പം തന്നെ അവർക്ക് വേണ്ട പിന്തുണ നൽകുകയും ചെയ്തതാണ്. ഒപ്പം തന്നെ അല്പസമയത്തിനു മുമ്പ് ഈ ജാമ്യം ലഭിച്ച വാർത്ത പുറത്തു വന്നതിന് ശേഷം ഈ കന്യാസ്ത്രീയുടെ കുടുംബത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ആദ്യം മുതൽ തന്നെ ജനപ്രതിനിധികൾ എല്ലാവരും ഒപ്പമുണ്ടായിരുന്നു, ജനങ്ങളൊപ്പമുണ്ടായിരുന്നു, മാധ്യമ പ്രവർത്തകർ ഒപ്പമുണ്ടായിരുന്നു. മാധ്യമങ്ങൾക്കെല്ലാം തന്നെ അവർ നന്ദി പറയുകയും ഒപ്പം തന്നെ അങ്കമാലി MLA റോജി എം ജോണിന് പ്രത്യേക നന്ദി അവർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ആദ്യം മുതൽ തന്നെ ഈ കേസിനൊപ്പം ഉണ്ടായിരുന്നു. കൂടാതെ ഒരു അവരുടെ ഒരു കുടുംബത്തെ അംഗത്തെ പോലെ കണ്ട് അതിന് വേണ്ട എല്ലാ നടപടികളും അവർ കൈക്കൊണ്ടു. ഒപ്പം തന്നെ സഭാ നേതൃത്വത്തിന് അവർ നന്ദി പറയുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഒരു മോചനത്തിന് വഴിവെച്ചതെന്നുള്ള കാര്യം നിശ്ചയം നമുക്ക് പറയാൻ സാധിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ നേരത്തെ അനൂപ് ആന്റണിയൊക്കെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞത് ഛത്തീസ്ഗഡ് സർക്കാരുമായി സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സെഷൻസ് കോടതിയിലേക്ക് ഈ ജാമ്യ ഹർജി വരുമ്പോൾ അവർ തടയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുവെങ്കിൽ പോലും തന്നെ പിന്നീട് അത് വിപരീതമായി നടന്ന കാര്യങ്ങളും നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്തായാലും നിലവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ അത് ബലം കണ്ടിരിക്കുന്നു. ഛത്തീസ്ഗഡ് സർക്കാർ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഹാജരായിട്ടുള്ള പ്രോസിക്യൂഷൻ ഈ ജാമ്യ ഹർജിയെ സാങ്കേതികപരമായിട്ട് എതിർത്തതല്ലാതെ ഒരു തരത്തിലും മറ്റ് തടസ്സവാദങ്ങൾ ഉന്നയിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഈ ജാമ്യത്തിലേക്ക് നയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ളത് കാത്തിരിപ്പാണ്. അവർ ജയിൽ മോചിതരാകുക എന്നുള്ളതാണ്. മറ്റ് കടമ്പകൾ പിന്നീട് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായും MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും 9 ദിവസത്തിന് ശേഷമാണെങ്കിലും നീതി നടപ്പായി എന്നതിലാണ് വലിയ ആശ്വാസം. പക്ഷേ താൽക്കാലികമായി മാത്രമേ ആശ്വസിക്കാൻ കഴിയൂ എന്നുള്ളതാണ് സാഹചര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചുമത്തപ്പെട്ട കേസുകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നത് വരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അത് ആശങ്ക ഉയർത്തുന്ന വിഷയം തന്നെയാണ്. എന്തായാലും 2 മണിയോടുകൂടി ഈ ജാമ്യ ഓർഡർ ജയിലിലേക്ക് എത്തും. അതിനുശേഷം ഉടൻ തന്നെ 2 കന്യാസ്ത്രീമാരും പുറത്തേക്ക് ഇറങ്ങും, പൂർണ്ണമായ മോചനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ നിമിഷത്തിനായുള്ള കാത്തിരിപ്പാണ് ഇനി. കേസ് പൂർണ്ണമായി പിൻവലിക്കണമെന്ന സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബം നിയമ പോരാട്ടത്തിൽ പിന്തുണ നൽകിയ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് കുടുംബം നന്ദി അറിയിച്ചു. സിസ്റ്റർ വന്ദനയുടെ കുടുംബവും ജാമ്യം ലഭിച്ചതിൽ സന്തോഷം അറിയിച്ചു. വടക്കേ ഇന്ത്യയിലുടനീളം എത്രയോ പാവപ്പെട്ട കന്യാസ്ത്രീമാരാണ് സാധുക്കളായ മനുഷ്യർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം ഹോമിക്കുന്നത്. അവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് കാവലാകുകയും ചെയ്യേണ്ടവർ അവരെ കൽത്തുറുങ്കിലടയ്ക്കുന്നത് കഠിനമായ വേദന ഉളവാക്കുന്ന കാര്യമാണ്. മേലിൽ ആർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകരുത് എന്നാണ് ഞങ്ങളുടെ പക്ഷം. നന്മയ്ക്ക് വേണ്ടി പോരാടുന്നവരെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് നാം എല്ലാവരും ചെയ്യേണ്ടത്. അവരെ തടസ്സപ്പെടുത്തുകയോ തുറുങ്കിലടയ്ക്കുകയോ ചെയ്യുന്നത് കാടത്ത നീതിയാണ്. നമുക്ക് വേണ്ടത് നന്മപക്ഷമാണ്. അതുകൊണ്ട് ആ നന്മപക്ഷത്തിൻ്റെ വക്താക്കളാകാൻ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ആകട്ടെ എന്നാണ് ഞങ്ങളുടെ ആശംസയും പ്രാർത്ഥനയും. ഒപ്പം നിന്നവർക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും നമസ്കാരവും. അപ്പോൾ സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ നിന്ന് പൂർണ്ണമായും മുക്തമാക്കണം എന്നുള്ളതാണ്. സമാനമായ രീതിയിൽ ഒരു കേസ് ഇപ്പോൾ രാജസ്ഥാനിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് മലയാളി പാസ്റ്റർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇടുക്കി കട്ടപ്പന സ്വദേശിയായ തോമസ് ജോർജിനെതിരെ രാജസ്ഥാൻ പോലീസാണ് 15-ാം തീയതി കേസെടുത്തിരിക്കുന്നത്. റിപ്പോർട്ടിലേക്ക്. മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് സമാനമായ കേസ്. ജൂലൈ 15-നാണ് കട്ടപ്പന സ്വദേശിയായ തോമസ് ജോർജിനെതിരെ രാജസ്ഥാൻ പോലീസ് കേസെടുത്തത്. മതസ്പർദ്ധ വളർത്തുക, മതവിശ്വാസത്തെ അപമാനിക്കുക, വിദ്വേഷ പ്രചാരണം അടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ്. 21 വർഷമായി രാജസ്ഥാനിലെ ദൌസയിൽ പാസ്റ്ററായി സേവനം ചെയ്തു വരികയാണ് തോമസ് ജോർജ്. ഞങ്ങളുടെ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തേക്ക് RSS, ബജരംഗദൾ, BJP, ഹനുമാൻ സേന ഇവരെല്ലാം വന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി ചർച്ച പൊളിക്കണമെന്നെല്ലാം പറഞ്ഞ
ബഹളമുണ്ടാക്കി. അന്ന് പോലീസ് ഇടപെട്ട് ശാന്തതയൊക്കെ വരുത്തി. എന്നാൽ 6-ാം തീയതി സൺഡേ ഏകദേശം 500ഓളം ആൾക്കാർ JCB ഒക്കെ ആയിട്ട് ചർച്ചടിക്കാൻ വേണ്ടി വന്ന വലിയ ബഹളമായിരുന്നു. പ്രാർത്ഥനയ്ക്കിടെ പള്ളി പൊളിക്കാൻ ബജ്രംഗ് ദൾ, RSS, BJP, ഹനുമാൻ സേന പ്രവർത്തകരെത്തി. പോലീസ് ഇടപെട്ടാണ് അന്തരീക്ഷം ശാന്തമാക്കിയത്. 6-ാം തീയതി 500ഓളം പ്രവർത്തകർ JCBയുമായി പള്ളി പൊളിക്കാനെത്തിയെന്നും തോമസ് ജോർജ് പറയുന്നു. 2 തവണ പ്രാർത്ഥനയ്ക്കിടെ പള്ളിക്ക് നേരെ ആക്രമണം നടന്നുവെന്നും ഭീതിയോടെയാണ് കഴിയുന്നതെന്നും തോമസ് ജോർജ് പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകിയതോടെ വിവിധ നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. പ്രതികരണത്തിലേക്ക്. ഒരു 2 മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ ശ്രമം നടത്തി. ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കാൻ കേരളത്തിൽ നടത്തിയ ശ്രമം, അതിന്റെ പരാജയം കൂടിയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. ജാമ്യം കിട്ടിയത് കോടതി നീതി ലഭിച്ചു, പക്ഷെ കള്ളക്കേസ് പിൻവലിക്കണം. അതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. കാരണം അവർ മനുഷ്യക്കടത്ത് നടത്തിയിട്ടില്ല, മതപരിവർത്തനം നടത്തിയിട്ടില്ല, ഇതെല്ലാം കള്ളക്കേസാണ്. അതുകൊണ്ട് അത് കേസ് പിൻവലിക്കണം. മറ്റ് വാർത്തകളിലേക്ക് കൂടി. സെബാസ്റ്റ്യൻ എത്ര ക്രൂരൻ? ആലപ്പുഴ പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് എഴുതി തള്ളിയ മറ്റൊരു തിരോധാന കേസ് കൂടി പുനരന്വേഷിച്ചു പോലീസ്. 2020 ചേർത്തല തിരുവിഴയിൽ നിന്ന് കാണാതായ സിന്ധു എന്ന് വിളിക്കുന്ന ബിന്ദുവിന്റെ തിരോധാന കേസാണ് വീണ്ടും പരിശോധിക്കുന്നത്. വീട്ടിൽ നിന്നും തിരുവിഴ ക്ഷേത്രത്തിലേക്ക് പോയ സിന്ധു പിന്നീട് മടങ്ങി വന്നിട്ടില്ലെന്ന് കുടുംബം കണ്ണീരോടെ വ്യക്തമാക്കുന്നു. മകളുടെ വിവാഹത്തിന് 2 മാസം മാത്രം അവശേഷിക്കുകയായിരുന്നു ബിന്ദുവിന്റെ അപ്രതീക്ഷിത തിരോധാനം. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ആലപ്പുഴയിൽ നിന്ന് കാണാതായ ഓരോ സ്ത്രീകളെ സംബന്ധിച്ചും അന്വേഷിക്കുമ്പോൾ ലഭ്യമാകുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇന്ന് തിരുവിഴ സ്വദേശിയായ സിന്ധു എന്ന് വിളിപ്പേരുള്ള ബിന്ദുവിന്റെ തിരോധാനത്തെക്കുറിച്ചാണ് ന്യൂസ് 18 അന്വേഷിക്കുന്നത്. കാണുന്നതാണ് ബിന്ദുവിന്റെ വീട്. ബിന്ദു ഈ സാഹചര്യത്തിലാണ് 2 പെൺമക്കളെയും കൊണ്ട് ജീവിച്ചു പോന്നിരുന്നത്. ആ കുട്ടികളെ വളർത്താൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിരുന്ന ഒരമ്മയാണ്. മാത്രമല്ല, മൂത്ത കുട്ടിയുടെ വിവാഹത്തിന് തൊട്ട് മുമ്പാണ് ബിന്ദുവിനെ കാണാതായെന്നുള്ളതാണ് ബിന്ദുവിന്റെ അമ്മ വ്യക്തമാക്കുന്നത്. ചേർത്തല സൗത്ത് പഞ്ചായത്ത് 13-ാം വാർഡിൽ വള്ളാകുന്നത്ത് വെളിയിൽ ബിന്ദു. കാണാതാകുമ്പോൾ പ്രായം 43 വയസ്സ്. 2020 ഒക്ടോബർ 19-ാം തീയതി വൈകിട്ട് 6:30 തിരുവിഴ ക്ഷേത്രത്തിലേക്ക് പോയതാണ്. പിന്നീട് ആരും ബിന്ദുവിനെ കണ്ടിട്ടില്ല. ഞാൻ അന്നേരം തലവേദന ഇവിടെ കിടക്കുകയായിരുന്നു. അന്ന് അത് ഇവിടെ അമ്പലത്തിൽ പോകണമെന്ന് പണ്ട് പോയെങ്കിലും എനിക്ക് ചൊവ്വന്നേരം ഒന്ന് കാണാൻ പോലും ഇതൊരു തന്നിട്ടില്ലായിരുന്നു. എന്ത് പറ്റിയെന്ന് ഇന്ന് വരെ ഞങ്ങൾക്ക് അറിയില്ല, കിട്ടിയിട്ടില്ല. വേറെ ഒരു കുഴപ്പം ഇവിടെ ഇല്ല. മകളുടെ വിവാഹ തീയതി കുറിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് ബിന്ദുവിനെ കാണാതാകുന്നത്. വിവാഹത്തിനുള്ള സ്വർണമടക്കം കണ്ടെത്തി വെച്ചിരുന്നു. ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന ബിന്ദു ഒറ്റയ്ക്കാണ് 2 പെൺമക്കളെയും വളർത്തിയത്. വിവാഹം നിശ്ചയിച്ച പശ്ചാത്തലത്തിൽ ഒരിക്കലും ബിന്ദു മക്കളെ ഉപേക്ഷിച്ച് പോകില്ലെന്ന് കുടുംബം പറയുന്നു. കാണാതായെന്ന് വൈകിട്ട് തന്നെ അർത്തുങ്കൽ പോലീസിൽ പരാതി നൽകി. ഞങ്ങൾക്ക് ഇതൊരു തെളിവായിട്ട് തോന്നിയിട്ടില്ല ഇന്ന് വരെ. പോലീസ് എന്താ പറയുന്നത്? അവര് പറഞ്ഞത് ഞങ്ങൾ തിരക്കിട്ട് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ലെന്നാ പറഞ്ഞത്. എന്നായിരുന്നു അന്ന് നിങ്ങൾ പോലീസിൽ പരാതി നൽകി? അന്ന് തന്നെ, അന്ന് രാത്രി തന്നെ കൊടുത്തായിരുന്നു. കാണാഞ്ഞപ്പോ തന്നെ പരാതി കൊടുത്തതാണ്. പിറ്റേ ദിവസമൊക്കെ മാറ്റി വെച്ചില്ല. പിന്നെ മകളുടെ കല്യാണത്തിനടക്കം ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല? ഇല്ല 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 ഇല്ല. വർഷത്തോളം കേസ് അന്വേഷിച്ച അർത്തുങ്കൽ പോലീസിന് ബിന്ദു ക്ഷേത്രത്തിലെത്തി എന്നതിനപ്പുറം ഒരു തുമ്പും കണ്ടെത്താനായില്ല. പിന്നീട് അൺഡിറ്റക്റ്റഡ് എന്ന് കാണിച്ച് കേസ് എഴുതി തള്ളി. പോലീസ് എന്ന് പറഞ്ഞത് അന്വേഷണം ഇപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പൊ ഒരു തെളിവും ഇല്ലാത്ത കാരണം നിർത്തിവെച്ചപ്പോ കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്. അത് കൈപ്പറ്റണമെന്നാണ് അവര് പറഞ്ഞത്. ഒപ്പിട്ട് വാങ്ങി? അത് പോലീസുകാർ കൊണ്ടുവന്ന് നമ്മൾ ഒപ്പിട്ട് എന്റെ ചേട്ടൻ വാങ്ങിക്കുകയും ചെയ്തു.
പരാതി നൽകിയത് താങ്കളുടെ ഹസ്ബൻഡ് ആണ്? എന്റെ ഹസ്ബൻഡാണ്, അനിലാണ് പരാതി നൽകിയത്. അപ്പൊ ചേട്ടൻ തന്നെ ഒപ്പിട്ട് വാങ്ങിക്കുകയും ചെയ്തു. എന്നായിരുന്നു അന്വേഷണം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് അറിയിപ്പ് വന്നത്? അതിപ്പോ 1 വർഷത്തിന് മേളിലായിട്ടുണ്ട് മാഡം, 1 വർഷത്തിന് മേളിലായിട്ടുണ്ട് അത്. കല്യാണ ചിലവിനുള്ള പണം ആവശ്യമുണ്ടായിരുന്നു. പണം നൽകാമെന്ന് പറഞ്ഞ് ആരെങ്കിലും കബളിപ്പിച്ചോ എന്നും കുടുംബം സംശയിക്കുന്നു. ജീവനോടെ ഉണ്ടെങ്കിൽ ഉറപ്പായും മകളുടെ കല്യാണത്തിന് ബിന്ദു വരുമായിരുന്നു. പോയി 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്ത് അവിടുന്ന് അവർ കൂടി വന്നാണ് നമ്മുടെ കൂടെ തെരച്ചിൽ നടത്തിയത്. പോലീസുകാർ വന്നാണ് തെരച്ചിൽ നടത്തിയത്. ഏതൊക്കെ ഭാഗത്തായിട്ടാണ് നിങ്ങൾ തെരച്ചിൽ നടത്തിയത്? തെരച്ചിൽ നമ്മൾ പിന്നെ അമ്പലത്തിന് കിഴക്കുവശം, പടിഞ്ഞാറ് വശം, പിന്നെ ഹൈവേ, അങ്ങനെ മൊത്തം നോക്കി. വടക്കോട്ടും എല്ലാം എങ്ങും കണ്ടെത്താൻ പറ്റില്ല. ക്യാമറയിലൊന്നും പതിഞ്ഞിട്ടും ഇല്ലായിരുന്നു. അമ്പലത്തിലെത്തിയിട്ടുണ്ടോ? അമ്പലത്തിലെത്തി അവിടെ വഴിപാട് നടത്തിയതിന്റെ രസീതൊക്കെ അവര് പോലീസുകാർ നോക്കി അവർക്ക് ബോധ്യപ്പെട്ടായിരുന്നു. അവർ നമ്മളോട് ഒന്ന് പറയുകയും ചെയ്തായിരുന്നു, അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്തായിരുന്നു. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട തിരോധാന കേസുകളുടെ വിവരങ്ങൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ കുടുംബത്തിന്റെ ആദി ഏറുകയാണ്. ബിന്ദു പത്മനാഭൻ, ആയിഷ, ജൈനമ്മ തിരോധാന കേസുകൾ നിരീക്ഷിക്കുന്ന അന്വേഷണ സംഘം ഈ സ്ത്രീകൾ ഒന്നും തന്നെ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു. സ്ഥിരം കുറ്റവാളിയെന്ന് വിലയിരുത്തുന്ന സെബാസ്റ്റ്യൻ 2012 ശേഷം 2024 വരെ തന്റെ കുറ്റവാസനയിൽ നിന്ന് മാറി നിന്നതായി പോലീസ് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ചേർത്തല തിരുവഴയിൽ നിന്ന് കാണാതായ ബിന്ദുവിന്റെ തിരോധാനത്തിന് ചേർത്തലയിലെ മറ്റു സ്ത്രീകളുടേതുപോലെ സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടോ എന്ന് ഇടകീറി പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ബിന്ദു കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ 2 മക്കൾ. അവരിലൊരാളുടെ വിവാഹത്തിന് 2 മാസം മുമ്പാണ് ബിന്ദുവിനെ കാണാതാകുന്നത്. ഒരിക്കലും ആ അമ്മയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ബിന്ദുവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഉത്തരം പറയേണ്ടത് അർത്തുങ്കൽ പോലീസാണ്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ആലപ്പുഴ ചേർത്തല ജൈനമ്മ തിരോധാനത്തിൽ നിർണായക വിവരം പുറത്തുവിട്ട് ന്യൂസ് 18. പ്രതി സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ സ്വർണം തനിക്ക് വിറ്റുവെന്ന് ചേർത്തല നഗരത്തിലെ ശ്രീ വെങ്കിടേശ്വർ ജ്വല്ലറി ഉടമ സദാശിവൻ ന്യൂസ് 18നോട് സ്ഥിരീകരിച്ചു. 25 ഗ്രാം സ്വർണം വിൽക്കാൻ എത്തിയത് ജൈനമ്മയെ കാണാതായ ഡിസംബർ 24-നും 30-നും ഇടയിലാണ്. ആദ്യം ഫോണിൽ വിളിച്ച സെബാസ്റ്റ്യൻ പിന്നീട് നേരിട്ടെത്തി സ്വർണം നൽകുകയും പണം കൈപ്പറ്റുകയുമായിരുന്നു. ന്യൂസ് 18 അന്വേഷണത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. ക്രൈംബ്രാഞ്ചുകാർ ഇവിടെ വരുന്നുണ്ടോ? എപ്പോ പറഞ്ഞിട്ടില്ല. ഇവിടെ കൊണ്ടുവന്നാണോ പണയം വിറ്റത്? പണയം വെച്ചത് വേറെ ബാങ്കില്. ഏത് ബാങ്കിലായിട്ടാ വെച്ചത്? കുന്നത്തല്ലേ? അല്ല, അത് അവർക്ക് അറിയാം, ക്രൈംബ്രാഞ്ചിന് എല്ലാവർക്കും അറിയാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവരോട്. നമ്മളോട് വരാൻ പറഞ്ഞതുകൊണ്ടാണ്. കുന്നത്ത് ബാങ്ക് അല്ലേ? ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ വിൽക്കുവാണോ? അല്ല, അവിടെ നിന്ന് എടുത്തു. പുള്ളി പിറ്റേ ദിവസമാണ് പൈസ കൊണ്ടുപോകുന്നത്. അന്ന് വന്നിട്ടില്ല. ഞാൻ പോയി എടുത്തതാ. അവിടെ എത്ര പവനായിരുന്നു? 25 ഗ്രാമിന്റെ അടുത്ത് എന്താ? 25 ഗ്രാം അല്ലേ? ഈ ഡേറ്റ് എന്നായിരുന്നു? 23 അവരെല്ലാം എഴുതി കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന്. എല്ലാം ഈ മാസമാണോ? ഇല്ല, കഴിഞ്ഞ വർഷം ഡിസംബർ 24-ന് എല്ലാം അവരുടെ കയ്യിലുണ്ട്. അവരെല്ലാം എഴുതി കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങളപ്പോ ഇത് ഉരുക്കുന്ന ആൾക്കാരാണ്? ഉരുക്കുന്ന ആൾക്കാരാണ്. ആ ജ്വല്ലറി ഏതാ? കുന്നത്ത് ബാങ്കോ? ബാങ്കാണ്, പണയം സ്ഥാപനം. അവിടെ പണയം വെച്ചതാണ്. ഞങ്ങൾക്ക് ജോലി അതാണ്, പണയം എടുക്കുന്ന ജോലിയാണ്. ഈ ബാങ്കിന് സമയത്ത് വിറ്റ് കൊടുക്കുന്ന ജോലിയാണ്. സ്വകാര്യ ബാങ്കാണ് അല്ലേ? ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ? നിങ്ങൾ എന്നാ എടുക്കുന്നേ? ഇപ്പൊ ഡേറ്റ് അവര് പറയുന്ന ഡേറ്റും ഞങ്ങൾ പറയുന്ന ഡേറ്റില് വ്യത്യാസം ഉണ്ടാവുമല്ലോ. പണയം വെച്ച ഡേറ്റ് വേറെയാണ്. ഡിസംബർ 24-നാണല്ലോ അവിടെ കൊണ്ടുപോയത്. നിങ്ങൾ കളക്ട് ചെയ്തത് 1 മാസം കഴിയുമ്പോഴാണ്. എങ്ങനെയാ കളക്ട് ചെയ്യുന്നത്? എന്തുവാ സ്വർണ്ണം നിങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നത്? അത് ഞങ്ങൾക്ക് അറിയില്ല. അവര് വിളിക്കുമ്പോൾ ഞങ്ങൾ ചെല്ലുന്നതല്ലേ. ഓ ശരി. ഇപ്പൊ ഈ സാധാരണഗതിയിൽ അങ്ങനെ സ്വർണ്ണം എടുത്ത ഉടനെ അങ്ങനെ ഉരുക്കാറുണ്ടോ? പണയം വെക്കുന്ന സാധനം ഇപ്പൊ ഒരു ടൈം പണയം വിൽക്കുവാണോ ചെയ്തിട്ടില്ല അല്ലേ?
പുള്ളി അവിടെ വർഷങ്ങൾ എത്ര നാളായിട്ട് പണയം വെച്ച് നമുക്ക് അറിയില്ല. അല്ല ഞാൻ ചോദിക്കുന്നത് പണയമല്ലല്ലോ, വിറ്റ സ്വർണ്ണമല്ലേ അവിടെ കൊണ്ടുവന്ന്? വിറ്റ സ്വർണ്ണമല്ല, ഓ ശരി. അപ്പം ഞാൻ ചോദിക്കുന്നത് 1 വർഷം ആയതുകൊണ്ട് അയാൾ തിരിച്ചടവൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എടുത്തായിരിക്കും അല്ലേ? അങ്ങനെ എടുത്താണല്ലേ? അയാൾ എടുക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് അത് ജപ്തിയായി പോകുന്ന സാധനം നമ്മൾ എടുക്കുന്നതാണ് അല്ലേ? ജപ്തിയായ സാധനമല്ല, പുള്ളി തന്നെ ഈ സെബാസ്റ്റ്യനെ എന്നെ വിളിച്ചു ഒരു ദിവസം. വിളിച്ചിട്ടാണ് പറഞ്ഞു ഇങ്ങനെ വിൽക്കണമെന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങോട്ട് വന്നിട്ടില്ല, ബാങ്കിന്റെ വാഴത്തിൽ നിന്നാണ് വിളിക്കുന്നത്. അവിടെ പോയി ഞാൻ പൈസ ആയിട്ട് പോയി ബാങ്കിൽ അടക്കാനുള്ള പൈസ അടച്ചു. സാധനം കൊണ്ടുവന്നു. സാധനം കൊണ്ടുവന്ന് പുള്ളിയോട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വന്നില്ല. പിറ്റേ ദിവസം വരാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പോയി. ബാലൻസ് പൈസ കൊടുക്കണ്ടേ? 1,50,000 ആണെങ്കിൽ 1,25,000 കൊടുത്തിട്ടുള്ളൂ ബാങ്കില്. വിറ്റിക്കഴിഞ്ഞ് 1,50 കിട്ടുമല്ലോ. അപ്പൊ ആ പൈസ കൂടെ കിട്ടാൻ വേണ്ടി വന്നതാണല്ലേ? പിറ്റേ ദിവസം വന്ന് പൈസ മേടിച്ചിട്ട് പോയി. അങ്ങനെ 1,50,000 രൂപയ്ക്കാണ് നിങ്ങളുടെ. അത് ഇപ്പൊ കണക്ക് നമുക്ക് അറിയില്ല, ഉദ്ദേശം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓ ശരി ശരി. കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടി അയാൾ അവിടെ നിന്ന് എടുത്തപ്പോ നിങ്ങൾ കൊണ്ട് അടച്ചിട്ട് നിങ്ങൾ എടുത്തു, നിങ്ങൾ ഉരുക്കിയിട്ട് ബാക്കി പൈസ കൊടുത്തു അല്ലേ? പൈസ കൊടുത്തു. സെബാസ്റ്റ്യൻ തന്നെയാണ് ഡയറക്റ്റ് വന്നത് അല്ലേ? സെബാസ്റ്റ്യൻ പൈസ മേടിക്കാൻ ഡയറക്റ്റ് വന്നത്. പിന്നീട് പിറ്റേ ദിവസം അതിന് മുമ്പ് വിളിച്ചതാ ഫോണിലാണ്? സെബാസ്റ്റ്യൻ ഫോണിൽ വിളിച്ചു, ബാങ്കിൽ ചെല്ലാൻ പറഞ്ഞു. അങ്ങോട്ട് ബാങ്കിൽ ചെന്നു. അത് ഏത് ദിവസമായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മ വരുന്നില്ല. ഏത് മാസമാണെന്നെങ്കിലും? 24, ഈ വർഷമല്ല, 2004 ഡിസംബറിലാണല്ലോ. ഡിസംബർ ആ മാസത്തിലാണ്, 12ാം മാസത്തിലാണ്. 23 ആ ഒരു റേഞ്ചിലാണ്, 23 തൊട്ട് 30 ആ റേഞ്ചിലാണ് ഡേറ്റ്. ഓ അപ്പൊ ആ 30-ാം തീയതിക്കുള്ളിൽ വന്നിട്ടുണ്ട് അല്ലെ? ഡിസംബറില് ഇവരെ കാണാതെ, ഈ സ്ത്രീയെ കാണാതെ വന്ന് 24-നാ. 30-ാം തീയതി വന്നിട്ടുണ്ട്. 30-ാം തീയതിക്കുള്ളിൽ വന്നിട്ടുണ്ട് സെബാസ്റ്റ്യൻ അല്ലേ? അവിടെ ബാങ്ക് വന്ന് സ്വർണം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അയാൾ പണയം വെച്ചിട്ട് അവിടുന്ന് തന്നെ ഉടനെ തന്നെ വിൽക്കണമെന്ന് ആവശ്യപ്പെടുമായിരുന്നു. അപ്പൊ അവിടെ കുറെ നാൾ വെച്ചിട്ടില്ല അല്ലേ ബാങ്കില്? വെച്ചിട്ടുണ്ടാവുമായിരിക്കും, നമുക്കത് അറിയില്ലല്ലോ. എത്ര നാള് വെച്ചു അവിടെ പലിശ അടിച്ച് കാണുമല്ലോ. അല്ല ഇവര് മിസ്സിംഗ് ആവുന്നത് 24-നാ. അപ്പൊ അതിന് മുമ്പ് അങ്ങനെയാണെങ്കിൽ ഡിസംബർ 2024 ഡിസംബർ 30 അതിന് മുമ്പ് അവരായിട്ട് ബന്ധമുള്ളതല്ലേ? അതിന് മുമ്പ് വല്ല പണയം എടുത്തു. ശരി ശരി ശരി, അതിന് മുമ്പ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് അങ്ങനെ പഴക്കമുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ഇൻട്രസ്റ്റ് അടച്ചിരുന്നു വന്ന്? അതൊന്നും നമുക്ക് അറിയില്ല. നമ്മളിപ്പോ പൈസ കൊടുക്കുന്നു, പുറത്ത് നിന്ന് പൈസ കൊടുക്കുന്നു, അയാൾ പോയി അടച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നു, സ്വർണം കൊണ്ടുവന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നു ചേട്ടത്? അത് ഓർമ്മയില്ല, അതാണ് പ്രശ്നം. അത് അവരവിടെ പോയി അന്വേഷിച്ചപ്പോൾ എന്തൊക്കെ പൊട്ടിയ മാല അത് ഇതൊക്കെ പറയുന്നുണ്ടായി. വളയും മാലയൊക്കെയാണോ? അത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഓർമ്മയില്ല. നിങ്ങൾക്ക് ഉരുക്കിയത് ഓർമ്മയില്ല? ഇല്ല, ഞങ്ങൾ ഒരുമിച്ചല്ലേ ഉരുക്കുന്നത് ഇവിടെ. ഒരു ദിവസം എടുക്കുന്ന സ്വർണം 5, 10, 20 പേര് വരും. നിങ്ങൾ റിസീവ് ചെയ്യുന്ന സാധനങ്ങളോ നിങ്ങളൊന്നും നോട്ട് ചെയ്യാറില്ല? നോട്ട് ചെയ്ത് അത് വേറെ കൊണ്ടുപോയി. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ വെങ്കിടേശ്വർ ജ്വല്ലറിയിൽ പോലീസ് പരിശോധന നടത്തി. ശരണ്യ സ്നേഹജൻ തന്നെ നമുക്കൊപ്പം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശരണ്യ, ഈ സെബാസ്റ്റ്യനെ കുറിച്ച് മതിയായ തെളിവുകൾ ലഭിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ജൈനമ്മ തിരോധാനത്തിൽ ഏറെ നിർണായകമായ വിവരം വിഷ്വൽസ് സഹിതം ശരണ്യ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ തെളിവിന് പിന്നാലെ ഇപ്പോൾ അന്വേഷണ സംഘവും രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് സാഹചര്യം. എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? മറ്റ് വിശദാംശങ്ങൾ കൂടി. ഈ കേസിൽ, അതായത് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ചേർത്തല സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള തിരോധാന കേസുകളിൽ വളരെയധികം അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ബിന്ദു പത്മനാഭൻ, ഒപ്പം ഐഷ, സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട മറ്റ് 2 പേരുകൾ, അതായത് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ബിന്ദുവും ഒപ്പം അതിനിടയിൽ കാണാതായ ഇപ്പോൾ ജൈനമ്മ എന്ന സ്ത്രീയും. ജൈനമ്മയെ കാണാതാകുന്ന 2024 ഡിസംബറിലാണ് ഈ സ്വർണം ഇവിടെ കൊണ്ടുവച്ചതെന്നുള്ളതാണ് ജ്വല്ലറി ഉടമ നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് ഇപ്പോൾ സെബാസ്റ്റ്യനുമായി ക്രൈംബ്രാഞ്ച് സംഘം ഇവിടെ എത്തി ആ കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അന്വേഷണ സംഘം തെളിവെടുപ്പ് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഉള്ളത് ചേർത്തല നഗരത്തിലെ തന്നെ വെങ്കടേശ്വര ജുവലറി എന്നുള്ള ഒരു ഡിവൈഎസ്പി ഓഫീസിന്, ചേർത്തല ഡിവൈഎസ്പി ഓഫീസിന് നേരെ എതിർവശമുള്ള ജുവലറിയാണ്. ഇവിടെയാണ് ഈ സ്വർണം കൊണ്ട് സെബാസ്റ്റ്യൻ വിറ്റത് എന്നുള്ള സ്ഥിരീകരണം നമുക്ക് ഒളിക്യാമറയിലൂടെ ആ ഉടമ സംസാരിക്കുന്നത് പകർത്താനായി കഴിഞ്ഞത്. ഈ സദാശിവൻ എന്ന ആ ജ്വല്ലറിയുടെ ഉടമ നമ്മളോട് വ്യക്തമാക്കിയത് വളരെ പ്രധാനപ്പെട്ട, ഈ കേസിൽ വളരെ
അതായത് ഈ സ്വർണം കൊണ്ട് സെബാസ്റ്റ്യൻ ഇവിടേക്ക് വരുന്നത് ഡിസംബർ 24-നും 30-നും ഇടയിലുള്ള സമയത്താണ്. 2024, അതായത് ജൈനമ്മയെ കാണാതായ ഡിസംബർ 24-നും 30-നും ഇടയിലുള്ള സമയത്ത് ഇവിടെ സെബാസ്റ്റ്യൻ സ്വർണവുമായി എത്തിയിരുന്നു. കുന്നത്ത് ജ്വല്ലറി എന്ന ജ്വല്ലറിയിൽ ഇത് ധനകാര്യ സ്ഥാപനത്തിൽ ഇത് ആദ്യം പണയം വെച്ചു. ഒരു മാല ഉൾപ്പെടെ 25 ഗ്രാം സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പിന്നീട് സെബാസ്റ്റ്യൻ ഈ സദാശിവനെ ഫോണിൽ വിളിക്കുന്നു. സ്വർണം വിൽക്കാനുണ്ട് എന്ന് പറയുന്നു. തുടർന്ന് ധാരണ പ്രകാരം നേരിട്ടെത്തുകയും 1,25,000 രൂപയ്ക്ക് പണയം വെച്ചിരുന്ന സ്വർണം 1,50,000 രൂപ കൊടുത്ത് സെബാസ്റ്റ്യനിൽ നിന്ന് നേരിട്ട് വാങ്ങി എന്നുള്ള നിർണായക വെളിപ്പെടുത്തലാണ് സദാശിവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ സെബാസ്റ്റ്യൻ ഉപയോഗിച്ചിരുന്ന സ്വർണം ജൈനമ്മയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിരുന്നു. ആ ഒരു സ്ഥിരീകരണത്തിനെ കൂടുതൽ ബലപ്പെടുത്തുന്ന വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളതാണ്. ആ സ്വർണം ഉരുക്കി കഴിഞ്ഞു എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നുണ്ട്. സെബാസ്റ്റ്യനുമായി ഇവിടെ എത്തി ഇപ്പോഴും തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെളിവെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിലും സെബാസ്റ്റ്യന് യാതൊരു കൂസലും ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പോലും അയാൾ വളരെ ആ രീതിയിലുള്ള മറുപടികളാണ് നൽകിക്കൊണ്ടിരിക്കുന്നതും. എന്തായാലും ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഭാഗമാണ്, അതായത് ജൈനമ്മയുടെ സ്വർണം സെബാസ്റ്റ്യൻ എടുത്തിരുന്നു എന്നുള്ളതിന്റെ നിർണായക തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട റോസമ്മ എന്ന സ്ത്രീ ന്യൂസ് 18നോട് നിർണായക വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. ഐഷ സെബാസ്റ്റ്യനാൽ തന്നെ കൊല ചെയ്യപ്പെടുന്നു എന്നാണ് താൻ വിശ്വസിക്കുന്നത്. ഐഷയുടെ പുരയിടം രജിസ്റ്റർ ചെയ്യുന്നതിന്റെ തലേ ദിവസമാണ് ഐഷയെ പണം ചോദിച്ച് സെബാസ്റ്റ്യൻ അടുത്തേക്ക് പോയ ഐഷയെ കാണാതായത് എന്നുള്ള വെളിപ്പെടുത്തൽ ഉൾപ്പെടെ റോസമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ജ്വല്ലറി ഉടമയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമ്മൾ പുറത്തുവിടുന്നത്. ജ്വല്ലറി ഉടമ കൃത്യമായി നമ്മളോട് സ്ഥിരീകരിക്കുന്നുണ്ട്, സെബാസ്റ്റ്യൻ നേരിട്ടെത്തിയാണ് ജൈനമ്മയുടെ സ്വർണം തനിക്ക് വിറ്റത് എന്നുള്ളത്. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ താൻ ഈ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ചേർത്തലയും ഒപ്പം തന്നെ കോട്ടയവുമായി ബന്ധപ്പെട്ട 4 സ്ത്രീകളുമായി ബന്ധപ്പെട്ട തിരോധാന കേസുകളാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഈ സ്ത്രീകൾ തന്നെ ജൈനമ്മയുടെ കാര്യത്തിലാണ് കുറച്ചെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. ഐഷയുടെ കേസിൽ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം പോലും നടക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ വളരെ നിർണായകമായ വിവരങ്ങൾ ന്യൂസ് 18ലൂടെ റോസമ്മ ഐഷയുമായി ബന്ധപ്പെട്ട ഉള്ള വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. റോസമ്മ സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്തായിരുന്നു. ഒരു ഘട്ടത്തിൽ വിവാഹം കഴിക്കാൻ വരെ തീരുമാനിച്ചിരുന്ന ആളുകളാണ്. പക്ഷേ തലനാരിഴയ്ക്കാണ് താൻ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് റോസമ്മ നമ്മളോട് വ്യക്തമാക്കിയത്. കാണാതാകുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ സെബാസ്റ്റ്യനും ഐഷയും ഒരുമിച്ചുണ്ടായിരുന്നു ഒരു ദിവസം മുഴുവൻ എന്ന് വ്യക്തമാക്കി. തന്റെ തൊട്ടടുത്തുള്ള പുരയിടം, താൻ വാങ്ങിയ പുരയിടം തന്റെ പോലും അനുവാദമില്ലാതെ കിളച്ച് മറിച്ചു, JCB ഉപയോഗിച്ചു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. സെബാസ്റ്റ്യനും ഈ സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും ഈ സ്ത്രീകൾ എവിടെ എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ ഒരു നിഗമനം, സെബാസ്റ്റ്യൻ ഒരു ഹാബിച്വൽ ക്രിമിനലാണ്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി അയാൾക്ക് ഇത്തരം കേസുകളിൽ നിന്ന് മാറി നിൽക്കാനാവില്ല എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് അന്വേഷണ സംഘം പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് പുറത്തുവിട്ട തിരുവഴ സ്വദേശിയായ ബിന്ദു പത്മനാഭൻ അല്ലാതെ തിരുവഴ സ്വദേശി എന്ന 2020 ഒക്ടോബറിൽ കാണാതായ ബിന്ദുവുമായി ബന്ധപ്പെട്ടുള്ള തിരോധാനവും ഇപ്പോൾ ഈ സെബാസ്റ്റ്യന്റെ കേസുകളുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി അർത്തുങ്കൽ പോലീസ് അൺഡിക്റ്റഡ് എന്ന് എഴുതി തള്ളിയ കേസ് ഫയൽ വീണ്ടും പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ പോലീസ് മേധാവി അടക്കം ആ ഫയൽ തിരികെ ആലപ്പുഴയിലേക്ക് ആ ഫയൽ എടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ സ്ത്രീകളൊക്കെ തന്നെയും ഒരു പരിധി കഴിഞ്ഞ് പിന്നെ അവർ എവിടെയാണെന്ന് ഒരു അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ വളരെ വൈദഗ്ധ്യത്തോടെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോഴും നിലവിൽ സെബാസ്റ്റ്യൻ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോഴും യാതൊരു കൂസലുമില്ലാത്തൊരു മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. ഭവ്യ, തീർച്ചയായും ശരണ്യ സ്നേഹജനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സെബാസ്റ്റ്യൻ എന്ന കൊടും കുറ്റവാളിയുടെ ക്രൂരതയുടെ കണക്കുകൾ, കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നത് തന്നെയാണ് സാഹചര്യം. മറ്റു വാർത്തകളിലേക്ക് കൂടി. ധർമ്മസ്ഥലയിൽ പരിശോധന 5ാം നാൾ. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ പരാതി പിൻവലിക്കാൻ സാക്ഷിക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ ഭീഷണി. പ്രത്യേക അന്വേഷണ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥൻ മഞ്ജുനാഥ ഗൌഡ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി വീഡിയോ ചിത്രീകരിച്ചതായാണ് പരാതി. ആരോപണം ഉയർന്നതോടെ മഞ്ജുനാഥ ഗൌഡയെ മാറ്റി നിർത്തിയാണ് ഇന്നത്തെ തെരച്ചിൽ നടന്നത്. പോയിന്റ് 9ലാണ് പരിശോധന ഇപ്പോൾ നടക്കുന്നത്. ധർമ്മസ്ഥലയിലെ മണ്ണുകുഴിച്ചുള്ള പരിശോധന തുടരുന്നതിനിടെയാണ് SIT ഉദ്യോഗസ്ഥനെതിരെ ഗുരുതര ആരോപണവുമായി സാക്ഷിയുടെ അഭിഭാഷകൻ രംഗത്തെത്തിയത്. പരാതി പിൻവലിച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നായിരുന്നു സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥനായ മഞ്ജുനാഥ് ഗൌഡയുടെ ഭീഷണി.
തെളിവെടുപ്പിന് ശേഷം SIT ക്യാമ്പിലെ അടച്ചിട്ട മുറിയിലെത്തിക്കുകയും ബാഹ്യപ്രേരണയിൽ മൊഴി നൽകാൻ മഞ്ജുനാഥ് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം സാക്ഷിയുടെ വീഡിയോ ചിത്രീകരിച്ചതായും അഭിഭാഷകർ വെളിപ്പെടുത്തി. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസ് അട്ടിമറിക്കാനാണ് ചില ഉദ്യോഗസ്ഥരുടെ ശ്രമമെന്നും ആക്ഷൻ കമ്മിറ്റിയും ആരോപിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന DGPയുടെ ഉറപ്പിന്മേൽ തിരച്ചിൽ ആരംഭിച്ചു. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പോയിന്റ് 9 മുതൽ 12 വരെയുള്ള റോഡിനോട് ചേർന്നുള്ള ഭാഗത്താണ് തെരച്ചിൽ. അതിനിടെ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിലക്കിയ വിവാദ ഉത്തരവ് കർണാടക ഹൈക്കോടതി റദ്ദാക്കി. ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സമൂഹമാധ്യമങ്ങളിൽ നിന്നും ന്യൂസ് പോർട്ടലുകളിൽ നിന്നും നീക്കം ചെയ്യണമെന്ന ബെൽത്തങ്ങാടി സിവിൽ കോടതി പുറപ്പെടുവിച്ച ഉത്തരവാണ് ഹൈക്കോടതി മരവിപ്പിച്ചത്. ധർമ്മസ്ഥല ക്ഷേത്ര ഭരണസമിതി മേധാവി ഹർഷേന്ദ്രകുമാർ നൽകിയ ഹർജിയിലായിരുന്നു ബെൽത്തങ്ങാടി കോടതിയുടെ വിവാദ ഉത്തരവ്. മാധ്യമവിലക്കിനെതിരെ യൂട്യൂബ് ചാനലായ കുഡ്ല റാംപേജ നൽകിയ ഹർജി ആണ് പരിഗണിച്ചത്. ഏകപക്ഷീയമായി പുറപ്പെടുവിച്ച ഉത്തരവ് ജുഡീഷ്യൽ പരിധികൾ ലംഘിക്കുക മാത്രമല്ല, സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിന് ഭീഷണി ഉയർത്തുന്നതാണെന്നും ജസ്റ്റിസ് M നാഗപ്രസന്ന ഉത്തരവിൽ വ്യക്തമാക്കി. ന്യൂസ് 18 ധർമ്മസ്ഥല. താരസംഘടനയായ അമ്മയുടെ പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെ കൂടുതൽ വനിതാ താരങ്ങൾ രംഗത്ത്. കുക്കു പരമേശ്വരന്റെ കയ്യിലുള്ള മെമ്മറി കാർഡിലെ വിവരങ്ങൾ നടന്മാർക്ക് ചോർത്തി നൽകിയെന്നാണ് ആരോപണം. സൂപ്പർ താരങ്ങൾക്കെതിരെയുള്ള നിർണായക തെളിവുകൾ മെമ്മറി കാർഡിൽ ഉണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. കുക്കു പരമേശ്വരനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് നടി പൊന്നമ്മ ബാബു ഉന്നയിച്ചത്. ഹേമ കമ്മിറ്റി വരുന്നതിന് മുൻപ് അമ്മയിലെ വനിതാംഗങ്ങൾ ഒരുമിച്ചുകൂടി സിനിമാ മേഖലയിൽ നേരിട്ട ദുരനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു. യോഗം വീഡിയോയിൽ പകർത്തിയതിന്റെ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരനാണ് കൈവശം വെച്ചത്. മെമ്മറി കാർഡിനെ കുറിച്ച് ഇപ്പോൾ ചോദിക്കുമ്പോൾ കൈവശമില്ല എന്നാണ് കുക്കു പറയുന്നതെന്നും അത് ദുരുപയോഗം ചെയ്യുമോ എന്ന ആശങ്കയുണ്ടെന്നും പൊന്നമ്മ ബാബു പറഞ്ഞു. പക്ഷെ പലപ്പോഴും നമ്മൾ കുക്കുവിനോട് ചോദിക്കുമ്പോൾ കുക്കു പറയുന്നത് സേഫായിട്ട് കയ്യിലുണ്ട്, അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഒരു പേരോട് പറഞ്ഞ് ഇടവേളബാബുവിനെ ഏൽപ്പിച്ചു എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞ്. പക്ഷെ അതിനുശേഷം പിന്നീട് ഇതിനെപ്പറ്റി വേണ്ടൊരു പറച്ചിലുണ്ടായില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന ഹാർഡ് ഡിസ്ക് ഇത് ആരുടെ കയ്യിലാണ്? ഇത് എവിടെ? അമ്മയുടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കുക്കു പരമേശ്വരന് യോഗ്യതയില്ലെന്നാണ് ഒരു വിഭാഗം വനിതാംഗങ്ങളുടെ നിലപാട്. കുക്കു പലരെയും മെമ്മറി കാർഡിന്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും സ്ഥാനാർത്ഥിയാകാൻ വന്നയാളെയും ബ്ലാക്ക്മെയിൽ ചെയ്തെന്നും നടി ഉഷ ഹസീന ന്യൂസ് 18നോട് പറഞ്ഞു. ഒരാള് ഇതിനകത്ത് സ്ഥാനാർത്ഥിയാകാൻ നിന്നപ്പോഴത്തേക്ക് അയാളെ വിളിച്ചിട്ട് കുക്കു പരമേശ്വരൻ പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ സ്ഥാനാർത്ഥി ആവരുത് കേട്ടോ, മറ്റേ സംഭവം പൊക്കിക്കൊണ്ടുവരും എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. വിഷയത്തിൽ കൂടുതൽ സിനിമാ പ്രവർത്തകർ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് 18 കൊച്ചി. സിനിമാ മേഖലയിലെ ചൂഷണവും അധികാര കേന്ദ്രീകരണവും ഒഴിവാക്കാൻ നിയമനിർമ്മാണത്തിന് ശുപാർശ. കാസ്റ്റിംഗ് കൗച്ച് ഇല്ലാതാക്കണം, ചൂഷണം അവസാനിപ്പിക്കണം, പരാതികൾ പറയുന്നവർക്ക് സംരക്ഷണം ഒരുക്കണം തുടങ്ങിയ ശുപാർശകളും നയത്തിലുണ്ട്. നയം നടപ്പാക്കുന്നത് ഉറപ്പാക്കാൻ കേരള ഫിലിം ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേറ്ററി അതോറിറ്റി സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട്. സിനിമാ മേഖലയുടെ മുന്നേറ്റത്തിനും സാമ്പത്തിക സുസ്ഥിരതയ്ക്കും നിയമസാധുതയ്ക്കും ലിംഗാസമത്വം പരിഹരിക്കണം. എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന പ്രവണത പ്രോത്സാഹിപ്പിക്കണം. ഇതിനുവേണ്ടിയാണ് സിനിമാ നയമെന്ന് കരട് പറയുന്നു. കാസ്റ്റിംഗ് കൗച്ച് ഇല്ലാതാക്കണം, പുതുമുഖങ്ങളെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കണം, കുറ്റക്കാരെ പുറത്താക്കി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം, പ്രൊഫഷണൽ കാസ്റ്റിംഗ് ഡയറക്ടർമാർ എല്ലാ സെറ്റുകളിലും വേണം, ഓഡിഷനിലും സിനിമയുടെ ഭാഗമല്ലാത്ത 2 വ്യക്തികളുടെ സാന്നിധ്യം ഉറപ്പാക്കണം, പരാതികൾ തുറന്നു പറയുന്നവരെ സംരക്ഷിക്കുകയാണ് വേണ്ടത്, അവരെ ഒറ്റപ്പെടാൻ അനുവദിക്കരുത്, ഇരകൾക്ക് നേരെയുള്ള ഓൺലൈൻ ആക്രമണങ്ങൾ തടയാൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കണം, ദിവസവേതനക്കാരെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ സിനിമയിൽ വിവേചനവും ലൈംഗിക അതിക്രമവും അധികാര കേന്ദ്രീകരണവും തടയണം, അധികാര രൂപങ്ങളുടെ അമിത ഇടപെടലുകൾ ഒഴിവാക്കണം, എല്ലാ സംഘടനകൾക്കുമായി ഏകീകൃത പെരുമാറ്റച്ചട്ടമാണ് വേണ്ടത്, സിനിമാ സെറ്റുകളിൽ സുരക്ഷ, തുല്യത എന്നിവ ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥരെ നിയമിക്കണം, ലിംഗാടിസ്ഥാനത്തിൽ ശുചിമുറികളും വിശ്രമമുറികളും ഉറപ്പാക്കണം, സെറ്റുകളിൽ ലഹരി ഉപയോഗം തടയണം, പോഷ് നിയമവും ICയും കാര്യക്ഷമമാക്കണം, ഓൺലൈൻ കംപ്ലയിന്റ് പോർട്ടൽ ആരംഭിക്കുകയും ഇതിൽ സ്വകാര്യത ഉറപ്പാക്കുകയും വേണമെന്നും നയം പറയുന്നു. സിനിമാ മേഖലയിലെ വിവിധ സംഘടനകളുമായി നയരൂപീകരണ സമിതി നടത്തിയ ചർച്ചകളിൽ നിന്നാണ് സിനിമാ നയത്തിന്റെ കരടിന് രൂപം നൽകിയത്. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. കേരള സ്റ്റോറിക്ക് അവാർഡ് നൽകിയതിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതനിരപേക്ഷ പാരമ്പര്യത്തെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു.
വർഗീയ വിദ്വേഷം പടർത്താനുള്ള ഉപാധിയാക്കിയ സാംസ്കാരിക ദുഷിപ്പിനുള്ള അംഗീകാരമാണിത്. ചലച്ചിത്ര മേഖല ഇതിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇന്നലെയാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. കേരള സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു ചലച്ചിത്രവും പുരസ്കാരങ്ങൾക്ക് അർഹമായവയിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ കലക്കുള്ള അംഗീകാരമായി അതിനെ കണക്കാക്കാനാവില്ല. മറിച്ച് വർഗീയ വിദ്വേഷം പടർത്തുന്നതിനുള്ള ഉപാധിയായി ചലച്ചിത്രങ്ങളെ ദുരുപയോഗിക്കുന്ന സാംസ്കാരിക ദുഷിപ്പിനുള്ള അംഗീകാരമായി മാത്രമേ അതിനെ കാണാൻ കഴിയൂ. കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ അപമാനിക്കുന്നതും കേരളത്തെ ലോകസമക്ഷം അപകീർത്തിപ്പെടുത്തി അവതരിപ്പിക്കുന്നതുമായ ഒരു ചലച്ചിത്രമാണ് അംഗീകരിക്കപ്പെട്ടത്. ഇത് തീർത്തും ദൗർഭാഗ്യകരമാണ്. നടൻ കലാഭവൻ നവാസിന് വിട. ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നടന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വൈകിട്ട് 6 മണിക്ക് ആലുവ ടൗൺ ജുമാ മസ്ജിദിലാണ് ഖബറടക്കം. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് നിഗമനം. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് കലാകേരളം. നവാസും നിയാസും ഈ പറയുന്നവര് വളരെ പോസിറ്റീവായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. നവാസും നിയാസും. എനിക്ക് ഇവിടെ ഞങ്ങൾ പുതിയ റോഡ് വന്നു കഴിഞ്ഞ സമയത്ത് എൻ്റെ ഇരട്ട കുട്ടികൾ പറഞ്ഞ സമയത്ത് വൈഫും ഇവിടെ കൂടി എൻ്റെ വീട്ടിലേക്ക് വന്ന കാര്യങ്ങൾ ഇപ്പോഴും അന്ന് തുടങ്ങി ഇന്ന് വരെ അത്രയും സ്നേഹമുള്ള മനുഷ്യനാണ് നവാസും അതെ നിയാസും അതെ ആ കുടുംബം അതെ. വേദിക്കാനായിട്ട് പറ്റണല്ലോ, വേറെ വഴികളെത്താൻ ചെയ്യേണ്ടത് അറിയില്ല. നവാസിന്റെ വിയോഗം എന്ന് പറയുമ്പോൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് അറിഞ്ഞപ്പോൾ തന്നെ. കാരണം ഞങ്ങളുടെ ആ കുടുംബത്തിലെ ഒരു മെമ്പറാണ് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ. മാത്രമല്ല ഞാനായിട്ടുള്ള പരിചയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ എൻ്റെ ഒപ്പം രഘുവുണ്ട്, രാജീവുണ്ട്. വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് നവാസായിട്ട്. നവാസ് വടക്കാഞ്ചേരിയിൽ നിന്ന് അവിടുന്ന് വീടെല്ലാം വിറ്റ് വന്ന് താമസിക്കുന്നത് ആലുവയിലാണ് ഇപ്പോൾ. അപ്പം എന്നോട് പറഞ്ഞു, മാട്ടിൻ ചേട്ടാ ഞാൻ മാട്ടിച്ചൻ്റെ വീടിൻ്റെ അടുത്താണ് താമസിക്കാൻ വരുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെ വളരെ സന്തോഷമായിട്ടുള്ള ഇതായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഷോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഓണത്തിന് ആള് UK പോകാനിരിക്കുകയായിരുന്നു. അവിടെ ഓണ പ്രോഗ്രാം അതും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. വല്ലാത്തൊരു വിയോഗം തന്നെയാണ്. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. നവമി, സിനിമയിലും സീരിയലിലും വേദികളിലുമൊക്കെയായി കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിന്ന അതുല്യ കലാകാരന് വളരെ വേദനയോടെ വിട നൽകുകയാണ് കലാകേരളം. പൊതുദർശനം പുരോഗമിക്കുകയാണോ? മറ്റ് വിവരങ്ങൾ. ആര്യ, കലാഭവൻ നവാസിന്റെ മൃതദേഹം ഉച്ചയോടുകൂടി ഏകദേശം 12:30 പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വീട്ടിൽ പൊതുദർശനമുണ്ടെങ്കിൽ പോലും അവിടെ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾക്കും ഒപ്പം സുഹൃത്തുക്കൾക്കും കാണുന്നതിനു വേണ്ടി മാത്രമായിരിക്കും ഒരു പൊതുദർശനം പോലെ വീട്ടിനുള്ളിലായിരിക്കും അത് നടക്കുക. അവിടെ മാധ്യമങ്ങളെ അനുവദിക്കില്ല എന്ന് തന്നെ കുടുംബം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 4 മണിയോടുകൂടി മൃതദേഹം ഖബറടക്കത്തിന് വേണ്ടി ആലുവയിലെ ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് ഒരു 2 മണിക്കൂർ ആളുകൾക്ക് മറ്റ് നാട്ടുകാർക്കുമൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പൊതുദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം 6:30 മൃതദേഹം ഖബറടക്കുക എന്നാണ് കുടുംബാംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഏറെ വേദനയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളടക്കം പോസ്റ്റ്മോർട്ടം നടന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. അദ്ദേഹത്തിനോടൊപ്പം നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്ന ഒരു കൂട്ടം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഹരിശ്രീ അശോകൻ, കലാഭവൻ, ഷാജോൺ, കോട്ടയം നസീറിനെ പോലെ നിരവധി താരങ്ങളാണ് അവിടെ എത്തിയത്. അദ്ദേഹത്തിന്റെ വേർപാട് അവർക്കൊക്കെ ഉൾക്കൊള്ളുന്നതിന് അപ്പുറമായിരുന്നു. കാരണം 51 വയസ്സ് മാത്രമാണ്. ഇപ്പോഴും സിനിമയിൽ സജീവമായിരിക്കുന്ന ഒരു വ്യക്തി അവസാന നിമിഷം പോലും, മരണത്തിന് മണിക്കൂറുകൾ മുമ്പ് പോലും സിനിമാ ഷൂട്ടിൽ നിന്നും ഹോട്ടൽ മുറിയിലേക്ക് തിരികെ എത്തിയതാണ്. അതിനിടയിലാണ്
ഹൃദയാഘാതമുണ്ടായി മരണപ്പെടുന്നത്. ഏറെ വേദനയോടുകൂടി തന്നെയാണ് കലാകേരളം ഈ ഒരു വിയോഗത്തെ കേട്ട് അറിഞ്ഞത്. മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിനെ ഓർത്തുകൊണ്ടുള്ള വേദനാജനകരമായിട്ടുള്ള കുറിപ്പുകളൊക്കെ ഇട്ടതും നമ്മൾ കണ്ടതാണ്. എന്തായാലും വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് കലാഭവൻ നവാസിന്റെ മരണം. ഇന്നലെ രാത്രിയോടുകൂടി ചോറ്റാനിക്കര ഹോട്ടലിൽ വെച്ചായിരുന്നു അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും അങ്ങനെ ആ രീതിയിലായിരിക്കും പൊതുദർശനം, വലിയ രീതിയിലുള്ളൊരു പൊതുദർശനം ഉണ്ടാകില്ല എന്ന് തന്നെ കുടുംബം നേരത്തെ അറിയിച്ചിരുന്നു. കാരണം അവരുടെ മതാചാരപ്രകാരമായിട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതിനാലാണ് വലിയ രീതിയിലുള്ളൊരു പൊതുദർശനമൊന്നും ഉണ്ടാകാത്തത്. കുടുംബത്തിൻ്റെയും ആവശ്യം ആ രീതിയിലേക്ക് തന്നെയാണ്. ഈ അദ്ദേഹത്തിൻ്റെ സിനിമകൾ, നിരവധി സിനിമകൾ, വെട്ടമായിക്കോട്ടെ, മാട്ടുപ്പെട്ടി മച്ചാൻ, അങ്ങനെ നിരവധി, ജൂനിയർ മാൻഡ്രിക്ക് പോലുള്ള സിനിമകളിലൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, നിരവധി സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെയൊക്കെ തമാശകൾ ഇപ്പോഴും നമ്മളൊക്കെ ഓർത്തോർത്തും കണ്ടുമൊക്കെ പൊട്ടിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഈ കൊടകര എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രശസ്തമായിട്ടുള്ള ആ സ്ഥലപ്പേര് പറയുന്ന രീതിയൊക്കെ ഇപ്പോഴും നമ്മൾ ആ സ്ഥലപ്പേര് പറയുമ്പോൾ പോലും ആ ശൈലിയിലാണ് നമ്മളൊക്കെ പറയുന്നത്. അത്രമാത്രം മലയാളി പ്രേക്ഷകരെ ചിരിപ്പിക്കുവാനും പിടിച്ചിരുത്തുവാനും ഒക്കെ കഴിഞ്ഞ ഒരു നടൻ കൂടിയാണ് കലാഭവൻ നവാസ്. അതിനപ്പുറത്തേക്ക് നല്ലൊരു മനുഷ്യസ്നേഹി, ഒപ്പം സുഹൃത്തുക്കളെയൊക്കെ എപ്പോഴും ചേർത്ത് നിർത്തുന്ന സാധാരണക്കാരനായി തന്നെയാണ് ഈ സിനിമയിലും ഇത്രയും പ്രശസ്തിയും ഒക്കെ നേടിയിട്ടും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ആളുകളോടുള്ള ഇടപഴകലും എല്ലാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വേദനയെ കുടുംബത്തിലെ ഒരു അംഗത്തിൻ്റെ വേർപാട് പോലെ മലയാളി പ്രേക്ഷകർ എല്ലാവരും തന്നെ ആ ഒരു വേദനയോടുകൂടി ആ ഒരു വിയോഗത്തെ കേട്ടറിഞ്ഞതും അദ്ദേഹത്തിനെ ഓർത്തെടുക്കുന്നതും ആ രീതിയിൽ തന്നെയാണ്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും സിനിമാ പ്രവർത്തകരും എല്ലാം ആശുപത്രിയിൽ ഓടിയെത്തുകയും അദ്ദേഹത്തിൻ്റെ ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും വൈകിട്ടോടുകൂടി, രാത്രിയോടുകൂടി ഈ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ കലാഭവൻ നവാസ് എന്നേക്കുമായി നമ്മളിൽ നിന്നും വിട പറയും. ആര്യ. തീർച്ചയായും നവമി ദിനേശാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് പശുക്കടവ് കോങ്ങാട് മലയിൽ പശുവിനെ തെരഞ്ഞുപോയ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പശുക്കടവ് സ്വദേശി ബോബിയുടെ മൃതദേഹമാണ് വനത്തിനോട് ചേർന്ന സ്ഥലത്ത് കണ്ടെത്തിയത്. പശുവും ചത്തു. മരണകാരണത്തിൽ വ്യക്തത തേടുകയാണ് പോലീസ്. ബോബിയുടെ പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. വനാതിർത്തിയിൽ മേയാൻ വിട്ട പശുവിനെ കാണാതായതോടെ തെരഞ്ഞുപോയതാണ് ബോബി. രാത്രിയായിട്ടും മടങ്ങിയെത്തിയില്ല. തുടർന്ന് വനംവകുപ്പും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചത്തുകിടന്ന പശുവിന്റെ അടുത്തായാണ് ബോബിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിൽ പരിക്കുകളില്ല. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ മരണകാരണം വ്യക്തമാവൂ എന്ന് പോലീസ് പറഞ്ഞു. പശുവിനെ കാണാതെ തിരഞ്ഞു പോയതായിരിക്കാം, പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പറയാനാവുന്നില്ല. അങ്ങനത്തെ പാടുകളൊന്നും അല്ല, പാമ്പ് കടിച്ച പാട് അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ പാടുകളൊന്നും. പാമ്പ് കടിച്ച ശരിക്കും നീല കളർ വരേണ്ടതാണ്, ശരി അതില്ല. പശുവിനെ ചത്ത നിലയിൽ കണ്ടതോടെ ഹൃദയാഘാതം സംഭവിച്ചതാവാം ബോബിയുടെ മരണകാരണമെന്ന സംശയമാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. എന്നാൽ പന്നിയടക്കമുള്ള മൃഗങ്ങൾക്കായി ഒരുക്കിയ കെണിയിൽ നിന്നും ഷോക്കേറ്റാണോ മരണങ്ങളെന്നും സംശയമുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. മലപ്പുറം മഞ്ചേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ ഡ്രൈവറുടെ മുഖത്തടിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ ഡ്രൈവർ നൌഷാദിനെയാണ് പടിഞ്ഞാറ്റുമുറി AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റിയത്. കാക്കി ഇടാത്തതിന് ചുമത്തിയ പിഴ തുക കുറച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടതിനായിരുന്നു മർദ്ദനം. കാനറ ബാങ്കിന്റെ ATM കൗണ്ടറുകളിൽ നിറയ്ക്കാനുള്ള പണവുമായി പോകുകയായിരുന്ന വാഹനത്തിന്റെ ഡ്രൈവറായ ജാഫറിനാണ് മർദ്ദനമേറ്റത്. പരിശോധനയ്ക്കിടെ ജാഫർ ഓടിച്ച വാഹനം മഞ്ചേരി കച്ചേരിപ്പടിയിൽ സൂപ്പർ മാർക്കറ്റിന് സമീപം പോലീസ് തടഞ്ഞു. കാക്കി ഷർട്ട് ഇടാത്തതിന്റെ പേരിൽ 250 രൂപ പിഴ അടയ്ക്കാനാണ് ആദ്യം ആവശ്യപ്പെട്ടത്. പിഴ അടയ്ക്കാനുള്ള രസീത് നൽകിയപ്പോൾ തുക 500 രൂപയായി. ദിവസവേതനക്കാരനാണെന്നും പിഴത്തുക കുറയ്ക്കണമെന്നും ജാഫർ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് വഴങ്ങിയില്ല. പണമടയ്ക്കാനാകില്ലെന്ന് ജാഫർ പറഞ്ഞതോടെ തർക്കമായി. പിന്നാലെയായിരുന്നു മർദ്ദനം. ജോലി കളയാനൊന്നുമില്ല, എനിക്ക് അങ്ങനത്തെ ഒന്നുമില്ല. അയാളും ജീവിക്കേണ്ട ആളല്ലേ, നമുക്ക് കുടുംബം. ഞാൻ അയാളോടൊക്കെ പറഞ്ഞു. അയാളോടൊന്ന് സ്റ്റേഷനിൽ ഞാൻ നല്ല രീതിയിൽ കയ്യെ കൊടുത്ത് കണ്ടാൽ പോകുന്നത്. അതുകൊണ്ട് ഇപ്പം അയാളെ ജോലിയും പോകണ്ട, നമുക്ക് ഒരു നല്ലൊരു തീരുമാനം കിട്ടിയാൽ മതി. വേറെ ആർക്കും ഇങ്ങനത്തെ ഒരു പോലീസുകാരത്തുനിന്ന് നല്ല നിയമപാലകരല്ല, നമ്മളെ രക്ഷിക്കേണ്ട ആളുകളല്ല. അപ്പോൾ അവരിങ്ങനെ ശിക്ഷിക്കുമ്പോൾ നമുക്കൊരു വിഷമം. മറ്റു പോലീസുകാർ എത്തിയാണ് മർദ്ദിച്ച ഉദ്യോഗസ്ഥനെ പിടിച്ചുമാറ്റിയത്. പിന്നീട് ജാഫറിനെ സ്റ്റേഷനിൽ എത്തിച്ച് പരാതിയില്ലെന്ന് ബലമായി എഴുതി വാങ്ങുകയും ചെയ്തു.
ജാഫർ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മുഖത്തടിച്ച ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ നൌഷാദിനെ സ്ഥാനം മാറ്റി. ന്യൂസ് 18 മലപ്പുറം. വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ അച്ചടക്ക നടപടിയുടെ കാര്യത്തിൽ വൈകാതെ തീരുമാനമെടുക്കുമെന്ന് സൂചന. ആരോഗ്യവകുപ്പിനെ മുഴുവൻ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകളാണ് ഡോക്ടർ ഹാരിസ് തുടർച്ചയായി ഉന്നയിച്ചതെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അതേസമയം ഓസിലോസ്കോപ്പ് കാണാതെ പോയതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം വേണമോ എന്ന കാര്യത്തിലും വൈകാതെ തീരുമാനമുണ്ടായേക്കും. ശസ്ത്രക്രിയാ ഉപകരണങ്ങളൊന്നും കാണാതെ പോയിട്ടില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണം. ആറന്മുളയിലെ പെയ്ഡ് വള്ളസദ്യ റദ്ദാക്കി. പള്ളിയോട സേവാ സംഘത്തിന്റെ എതിർപ്പിന് പിന്നാലെയാണ് തീരുമാനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് പിന്മാറിയത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പെയ്ഡ് വള്ളസദ്യ ക്ഷേത്രത്തിനുള്ളിൽ ദേവസ്വം ബോർഡ് ആദ്യമായി നടത്തിയത്. ഇത് ഹിന്ദു സംഘടനകളുടെ എതിർപ്പിനും പ്രതിഷേധത്തിനും കാരണമായി. ക്ഷേത്രത്തിനുള്ളിൽ വള്ളസദ്യ നടത്തുന്നത് ആചാര ലംഘനമെന്നായിരുന്നു ആരോപണം. ഇന്നലെ ചേർന്ന യോഗത്തിലാണ് പെയ്ഡ് വള്ളസദ്യ റദ്ദാക്കാൻ തീരുമാനമായത്. വള്ളസദ്യ റദ്ദാക്കിയ സാഹചര്യത്തിൽ ബുക്ക് ചെയ്തവർക്ക് പണം തിരികെ നൽകും. മൂന്നാറിൽ കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി. ചെണ്ടുവാര എസ്റ്റേറ്റിലാണ് കാട്ടാന ഉള്ളത്. ലയങ്ങളോട് ചേർന്നുള്ള കൃഷി നശിപ്പിച്ചു. ആന തോട്ട മേഖലയിൽ തുടരുന്നതിൽ ആശങ്കയിലാണ് തൊഴിലാളികൾ. മലപ്പുറം കരുവാരക്കുണ്ടിൽ കാർ നിയന്ത്രണം വിട്ട് വഴിയാത്രക്കാരൻ മരിച്ചു. ടാപ്പിംഗ് തൊഴിലാളിയായിരുന്ന മഞ്ഞൾപ്പാറ സ്വദേശി നാണിയപ്പനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 5:15ഓടെയായിരുന്നു അപകടം. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ബൈക്കിൽ ഇടിച്ചതിന് ശേഷം സമീപത്തെ കടമുറിയിൽ ഇടിച്ചാണ് നിന്നത്. പത്തനംതിട്ട കുമ്പഴയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ഇന്ന് രാവിലെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ വലംചുഴി വഞ്ചിപ്പടിക്ക് സമീപം സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. സ്കൂട്ടർ യാത്രികൻ കുമ്പഴ പാലമറൂർ സ്വദേശി PM എബ്രഹാമാണ് മരിച്ചത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന് 1 വർഷം പിന്നിടുമ്പോൾ ദുരിതബാധിതർക്ക് കൈത്താങ്ങൊരുക്കി മലബാർ ഗ്രൂപ്പിന്റെ ഉയിർപ്പ് പദ്ധതി. ദുരന്തബാധിത മേഖലയിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഒരുക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. 1 വർഷത്തിനുള്ളിൽ 143 വിദ്യാർത്ഥികൾക്ക് സഹായം ലഭ്യമാക്കിയതായി മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് അറിയിച്ചു. 3 കോടി രൂപയാണ് പദ്ധതിക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. 81 ലക്ഷം രൂപ ഇതിനകം ചെലവഴിച്ചു. പദ്ധതിയിലൂടെ പഠനം പൂർത്തിയാക്കി ജോലി നേടിയവരുമുണ്ട്. മലബാർ ഗ്രൂപ്പിന്റെ വിവിധ ബിസിനസ് സംരംഭങ്ങളിലെ ജോലി ഒഴിവുകളിൽ ദുരന്തബാധിതർക്ക് മുൻഗണന നൽകുന്നതായും മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് സമൂഹത്തിന് തിരിച്ചു നൽകാനുള്ള ബാധ്യതയുണ്ട്. അതാണ് മലബാർ ഗ്രൂപ്പ് നിറവേറ്റുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 143 കുട്ടികളുള്ളത്. അവർ എല്ലാവർക്കും ഫസ്റ്റ് ഇയർ ഫീസും കാര്യമൊക്കെ കൊടുത്ത് എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും 143 പേർക്കും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. 76 പെൺകുട്ടികളും ബാക്കി ആൺകുട്ടികളുമാണ്. ഏത് രീതിയിലും അവർക്ക് ജോലിയും എല്ലാ അവർക്ക് പുനരധിവാസത്തിന് സർക്കാർ വീടുണ്ടാക്കുന്നുണ്ട്. പലർക്കും 2 രക്ഷിതാക്കളും നഷ്ടപ്പെട്ടത് കുടുംബത്തിൽ ആരും ഇവർ മാത്രം ബാക്കിയായ ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. 2019 വയനാട്ടിലെ പുത്തുമലയിൽ ദുരന്തമുണ്ടായപ്പോൾ വീട് നഷ്ടപ്പെട്ട 16 കുടുംബങ്ങൾക്ക് മലബാർ ഗ്രൂപ്പ് വീട് വെച്ചുകൊടുത്തിരുന്നു. കൂടാതെ ജില്ലാ ഭരണകൂടവുമായും വിവിധ സന്നദ്ധ സംഘടനകളുമായും സഹകരിച്ച് 53 കുടുംബങ്ങൾക്ക് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കി. വിവിധ CSR പദ്ധതികൾക്കായി മലബാർ ഗ്രൂപ്പ് ലാഭത്തിന്റെ 5% നീക്കിവെക്കുന്നുണ്ട്. വിശപ്പ് രഹിത ലോകം, ആരോഗ്യം, പാർപ്പിടം, വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം, പരിസ്ഥിതി എന്നീ മേഖലകളിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,290 രൂപ, പവന് 74,320 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,680 രൂപ, പവന് 61,440 രൂപ. വെള്ളി ഗ്രാമിന് 121 രൂപ, കിലോഗ്രാമിന് 1,21,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി.
പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.